നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. $640 കണ്ടെയ്നറുകളുമായി ലൈബീരിയൻ കപ്പൽ കേരള തീരത്തു മുങ്ങിയ സംഭവം തീരദേശ മേഖലയെ ആകെ ആശങ്കയിലാഴ്ത്തി. മുങ്ങിയ കപ്പലിൽ ചില അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന വാർത്തയാണ് പരിഭ്രാന്തി പരത്തിയത്. ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിൽ കണ്ടെയ്നർ എത്താൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് വിവരങ്ങളുണ്ട്. എണ്ണപ്പാട പടരാമെന്നതിനാൽ കേരള തീരത്ത് പൂർണ്ണമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ്, കേരള സ്റ്റീമർ ഏജൻറ്റ്സ് അസോസിയേഷൻ പ്രതിനിധി CS കർത്ത, കപ്പൽ സമുദ്രകാര്യ വിദഗ്ധൻ ഡോക്ടർ A ശരത് കുമാർ എന്നിവർ. ആദ്യം ശ്രീ ചാൾസ് ജോർജ്, എന്താണ് മത്സ്യത്തൊഴിലാളികൾ ഈ വിഷയത്തിൽ നേരിടുന്ന പ്രത്യാഘാതങ്ങൾ? ഇത് മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല സാർ, ഇത് കേരളീയ സമൂഹത്തിന്റെ വിഷയമാണ്. തീർച്ചയായും കേരളത്തിൽ 53% പേരെങ്കിലും മിനിമം 90% പേര് മത്സ്യം കഴിക്കുന്ന. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മീൻ കഴിക്കുന്നവരാണ്. ആരും മീൻ മേടിക്കാത്ത അവസ്ഥയാണ്. അതാണ് നമ്മുടെ വിഷയം. മന്ത്രിയുമായി ചർച്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം എല്ലായിടത്തും മത്സ്യ ദിവസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. മീൻ കഴിച്ചുകൊണ്ട് തന്നെ മത്സ്യത്തിന് കുഴപ്പമില്ലെന്ന് കാണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. യഥാർത്ഥ ആശങ്ക പരത്തിയ യഥാർത്ഥത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അത് പിരിച്ചുകൊടുക്കാനാവും. കപ്പലിനകത്ത് 13 കണ്ടെയ്നറിനകത്ത് രാസവസ്തുക്കളുണ്ട്. ശബ്ദ തടസ്സമുണ്ട്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ CS കർത്ത, ഈ കപ്പൽ കാലാവധി കഴിഞ്ഞതാണെന്നും മനഃപൂർവ്വം മുക്കിയതാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങളുണ്ട്. ഇത് സത്യമാകാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. കാരണം കാലാവധി കഴിയുക എന്നുള്ള ഒരു ഇതില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ DG ഷിപ്പിങ്ങിന്റെ മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് പെർമിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റിലാണ് കപ്പലുകൾ ഇവിടെ ഓടിയത്. അതിന് യാതൊരു വിധത്തിലുള്ള കാലാവധി എന്നുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല. കപ്പല് ശരിയാണ്, 28 വർഷം പഴക്കമുള്ള കപ്പലാണ് എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കാലാവധി കഴിയുക എന്നുള്ള ഒരു ഇതില്ല. പിന്നെ വേൾഡിലെ നമ്പർ 1 ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പോലെ MSC പോലെയുള്ള ഒരു കമ്പനി ഒരു കപ്പല് മുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സാധ്യത ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാകില്ല, അങ്ങനെ ചെയ്യില്ല ഒരിക്കലും. തീർച്ചയായും അതിനുള്ള യാതൊരു കാരണവുമില്ല. കാരണം നിസ്സാരമായിട്ടുള്ള ഒരു 10,000 കപ്പലുകളുള്ള ഒരു കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. അങ്ങനെയുള്ള ഒരു കമ്പനി അവരുടെ ഒരു പഴക്കം വന്ന ഒരു കപ്പൽ, ഇതിലും പഴക്കമുള്ള കപ്പലുകൾ അവരുടെ കയ്യിലുണ്ട്, അതിപ്പോഴും കാര്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരുണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ശരി, ഇത് വിഴിഞ്ഞത്തിന്റെ സാധ്യതകളെ ബാധിക്കുമോ? ഒരിക്കലുമില്ല. ഇത് ഇങ്ങനെ ഒരു കപ്പൽ മുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അത് വിഴിഞ്ഞവുമായിട്ട് യാതൊരു വിധത്തിലും അതിന് ബാധകം വരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന്, കപ്പല് വിഴിഞ്ഞത്ത് വളരെയധികം മാറിയാണ് കിടക്കുന്നത്. പിന്നെ 200 അടിയോളം വെള്ളത്തിനടിയിലേക്ക് അത് പോയിട്ടുണ്ട്. പിന്നെ ആ ഏരിയയില് നങ്കൂരിടാൻ പറ്റില്ല, അല്ല ആങ്കറിങ്ങിന് പറ്റില്ല എന്നുള്ളതല്ലാണ്ട് കപ്പലിന്റെ മുകളിൽ കൂടെ പോയി എന്ന് വെച്ചും ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും തോന്നുന്നില്ല. അതല്ല, ഇത് കേരള തീരങ്ങൾ സുരക്ഷിതമല്ല എന്നൊരു സന്ദേശം നൽകുന്നുണ്ടോ? ഈ തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. കേരള തീരം സുരക്ഷിതമല്ല എന്ന് പറയുന്നത് ഈ എണ്ണപ്പാടം വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ഏറ്റവും വലിയ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അത് മാത്രമല്ല, ഈ കാൽഷ്യം കാർബൈഡ് ഉള്ള 13 കണ്ടെയ്നർ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഈ കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്ന കണ്ടെയ്നർ അത് കപ്പലിന്റെ ഡെക്കിലെ പോർഷനിൽ ആയിരിക്കില്ല. തീർച്ചയായിട്ടും അത് ഏറ്റവും അടിത്തട്ടിലായിരിക്കും വെക്കുക. കാരണം അത് ഏറ്റവും ഹെവി ആയിട്ടുള്ള കണ്ടെയ്നർ ആണ്. അതിന് ആവറേജ് ഒരു 23 തൊട്ട് 25 ടണ്ണ് വരെ വെയിറ്റ് ഉള്ള കണ്ടെയ്നേഴ്സ് ആയിരിക്കും. അത് ഏറ്റവും അടിത്തട്ടിലേ വെക്കുകയുള്ളൂ. അത് മാത്രമല്ല, അതിന്റെ പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റീൽ ബാരൽസുകളിലായിരിക്കും ഈ കാർഗോ
സ്റ്റാക്ക് ചെയ്തിരിക്കുന്ന പാക്ക് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റാക്ക് ചെയ്തേക്കുന്ന ബാരലുകള് ഇത് ഈ ബാരൽ ഇതിനകത്ത് പ്ലാസ്റ്റിക്കിന്റെ വലിയ തിക് പ്ലാസ്റ്റിക് ഇത് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ്സ് വെച്ചിട്ടുള്ള പാക്കിങ്ങോട് കൂടിയായിരിക്കും അത് വെച്ചിരിക്കുന്നത്. അത് ഇത്രയും അടിയിൽ നിന്ന് അത് ഇത് ചെയ്ത് ഒരിക്കലും അത് പുറത്തേക്ക് വരില്ല. അത് കപ്പലിന്റെ അണ്ടർ ഡെക്കിൽ എന്ന് പറയുമ്പോൾ ഡെക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഹാച്ച് കവറുണ്ട്. ആ കവറിന്റെ മുകളിൽ നമ്മുടെ ഈ കണ്ടെയ്നേഴ്സ് സ്റ്റാക്ക് ചെയ്തിരിക്കുന്ന empty, അതിനകത്ത് 640 കണ്ടെയ്നർ എന്ന് പറയുന്നതിൽ ഏതാണ്ട് 200 കണ്ടെയ്നറോളം ആയിരിക്കും ഡെക്കിലുള്ളത്. ഈ ഡെക്കിലുള്ളതിൽ അതിൽ 70 കണ്ടെയ്നറോളം ഏതാണ്ട് empty കണ്ടെയ്നേഴ്സ് ആണ്. ബാക്കിയുള്ളതെല്ലാം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാർഗോകളാണ്. ആ കാർഗോകളാണ് ഇപ്പം ഈ തീരങ്ങളിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ഡേഞ്ചറസ് കാർഗോ ആയിട്ടുള്ള ഇതൊന്നും പറഞ്ഞിട്ടില്ല. ആകെ ഈ ഒരു കാർബണിന്റെ ഇത് മാത്രമേ ഒരു ഡേഞ്ചറസ് എന്നുള്ള സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ എണ്ണപ്പാടയുടെ ഇതാണ്. അതിനുവേണ്ടിയുള്ള നടപടികൾ ഓൾറെഡി ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ എ ശരത് കുമാർ, ഈ സംഭവം ഉയർത്തുന്ന ഏറ്റവും അടിയന്തരവും നിർണായകവുമായ വിഷയങ്ങൾ എന്തെല്ലാമാണ്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഇത് നമുക്കൊരു ട്രെയിലർ അല്ലെങ്കിൽ ഒരു വാർണിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പം നമ്പർ ഓഫ് ഇന്റർനാഷണൽ പോർട്സ്, നമ്മുടെ കേരളത്തിൽ പോർട്സിന്റെ എണ്ണം കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വലിയ വലിയ വെസലുകളെ നമുക്ക് കേരളത്തിലോട്ട് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി നമുക്ക് കൂടിക്കൊണ്ട് വരുന്നു. പേരന്റ് വെസൽസ് വരുന്നു, മദർ വെസൽസ് വരുന്നു, സിസ്റ്റർ വെസൽസ് വരുന്നു. അപ്പം എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഗ്ലോബൽ ട്രാഫിക്കില് ഒരു പോർട്ടിന്റെ ഡയറക്ടറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ പ്രസൻസ് കൂടുതൽ ഒബ്വിയസ് ആയിട്ട് വരികയാണ് അവിടെ. അതായത് കേരളത്തിലെ അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ പോർട്ട്, ഇപ്പൊ കൊച്ചിയിലെ പോർട്ട്, അതോടൊപ്പം ചെറിയ ചെറിയ പോർട്ടുകൾ ഇപ്പൊ ആഡ് ഓൺ ചെയ്ത് വരുമ്പോൾ ഗ്ലോബൽ നെറ്റ്വർക്കിൽ നമ്മുടെ അവൈലബിലിറ്റി പോർട്ടിൽ നമ്മൾ ആഡ് ചെയ്ത് കൂടുതൽ ഒബ്വിയസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മളൊരു മേജർ പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക് എന്നുള്ള രീതിയിലാണ് ഇനി ഹൈലൈറ്റ് ചെയ്തത്. അതിൻ്റെ ആയിട്ട് കൂടുതൽ വലിയ വെസലുകളും ചെറിയ വെസലുകളും ഇതുപോലുള്ള ട്രാൻസിറ്റ് വെസലുകളും ഇതെല്ലാം ഇതിനകത്ത് തന്നെ ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും കൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് റെയിൽ നെറ്റ്വർക്ക് ആയാലും റോഡ് നെറ്റ്വർക്ക് ആയാലും സപ്പോർട്ടിങ് ആയിട്ടുള്ള ഇപ്പൊ പല പല കമ്പനീസും ഈ ഷിപ്പിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പല കമ്പനീസും ആഡ് ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷിപ്പ് റിപ്പയറിനുള്ള ആക്ടിവിറ്റീസ് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇതുപോലെ നെറ്റ്വർക്ക് ലോറി നെറ്റ്വർക്ക് അല്ലെങ്കിൽ ട്രക്കിന്റെ നെറ്റ്വർക്ക്, കാർഗോസ് കൊണ്ടുപോകാനുള്ള കാർഗോ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ് ഇതെല്ലാം ആഡ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്, ഇങ്ങനെയുള്ള വെസൽ ട്രാഫിക് കൂടുമ്പോൾ അതിനുള്ള സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. ഇതിപ്പോ ഒരു ചെറിയ ഇൻസിഡന്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതേപോലുള്ള ഇൻസിഡന്റിനുള്ള ചാൻസസ് എപ്പോഴും ഉണ്ട്. ഏത് വെസലിൽ ഏത് റൂട്ടിലാണെങ്കിൽ പോലും. ഇതൊരു സെക്യൂരിറ്റി ലാപ്സ് ആയിട്ടാണോ താങ്കൾ കണക്കാക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും വിഷയങ്ങൾക്കാണോ? അല്ലല്ല, ലാപ്സ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നതിന്റെ അതിനുള്ള നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം ഇനി കൂടിക്കൊണ്ടിരിക്കേണ്ടി വരും. കാര്യം നമ്മൾ കുറച്ചു നേരത്തെ ഒരു വെസൽ 2 വെസൽ ഹാൻഡിൽ ചെയ്യുന്ന പോർട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു സഡൻ ഇൻക്രീസ് ചെയ്ത് 10 വെസൽ 15 വെസലിലോട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് വന്നാൽ ആ എമർജൻസി റെസ്പോൺസ് അല്ലെങ്കിൽ കണ്ടിജൻസി ആയിട്ടുള്ള ഒരു പ്ലാനിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിലുള്ള റെസ്പോൺസസ് ആണ്. ഇപ്പം മൾട്ടിപ്പിൾ ഇൻസിഡൻസ് വന്നാൽ എന്ത് ചെയ്യും? ഇപ്പം റീസെന്റ് ഒരു കൊളിഷൻ വന്നിരുന്നു, 2 വെസലൊന്നും കൊളിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചാൻസസ് ആഡ് ചെയ്ത് വരികയാണ്. ഇതിലും വലിയ കണ്ടെയ്നേഴ്സ് പോയിട്ടുണ്ടാകും. എനിക്ക് 2013 വലിയൊരു 4000-ഓളം കണ്ടെയ്നർ ലൂസ് ചെയ്ത് വലിയൊരു ഇൻസിഡന്റ് നമ്മളെ ഇന്ത്യൻ ഓഷ്യനിൽ നടന്നിരുന്നു, യമന്റെ ഓഫ് കോസ്റ്റിൽ. അപ്പൊ അങ്ങനെയുള്ള വെസൽസ് ആണ് നമ്മൾ വരുന്നത് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനെ ഒരു വാർണിംഗ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കണ്ടിജൻസീസിന് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ ഈ എമർജൻസി റെസ്പോൺസ് പ്ലാനിൽ എല്ലാ കമ്മ്യൂണിറ്റി ആയ പോലും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും, ഇപ്പം കോസ്റ്റ് ഗാർഡും നേവിയും നമ്മുടെ കോസ്റ്റൽ പോലീസും പൊല്യൂഷൻ ബോർഡും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്യുക, റെസ്പോൺസ് പ്ലാനുകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പം ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ പോലും അവർക്കും കൂടുതൽ ഹെൽപ്ഫുൾ ആവും. ഞാൻ വീഡിയോസ് കണ്ടിരുന്നു. എനിക്കൊന്ന് കൊല്ലത്ത് അടിഞ്ഞ കണ്ടെയ്നർ അരയ്ക്കോ കയറി നിന്ന് അത് എങ്ങനെയും കെട്ടിയിടാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ റിസ്ക് അനലൈസ് ചെയ്തിട്ടാണോ അവർ ചെയ്തതെന്ന് അറിയില്ല. അവർക്ക് നല്ല രീതിയിലാണ് ചെയ്തത്, പക്ഷെ അതിലുള്ള സേഫ്റ്റി കൺസേൺസ് അവർ അറിഞ്ഞോന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാം ഒരു പാഠമായി ഒപ്പം ഈ കപ്പൽ മുക്കിയതാണെന്നുള്ള ആരോപണത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, അല്ലെങ്കിൽ ഈ ആരോപണം എങ്ങനെയാണ് ഉണ്ടായത്? മുഖ്യമെന്നുള്ളത് എനിക്ക് വളരെ തീർച്ചയായും അടിസ്ഥാനരഹിതമായിട്ടാണ് തോന്നുന്നത്. ഇത് 97 ബിൽറ്റ് വെസലാണ്. ഏത് വെസലായാലും സെയിൽ ചെയ്യുന്നതിന് കുറച്ച് സർട്ടിഫിക്കറ്റ്സും അപ്രൂവൽസും ആവശ്യമുണ്ട്.
അത് എല്ലാ വർഷവും അത് ഓരോ വെസലിന്റെ ഏജ് അനുസരിച്ചിട്ട് ചിലപ്പോൾ 5 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോൾ ഓരോ ഇൻസ്പെക്ഷൻസ് അതോറിറ്റീസ് ഉണ്ട്. അത് ഇന്ത്യൻ ഷിപ്പിംഗിൽ ഇവിടെ ഇന്ത്യൻ പോസ്റ്റലിൽ റൺ ചെയ്യുമ്പോൾ ഡീൻ ഷിപ്പിംഗിന്റെയും അല്ലെങ്കിൽ ഏതാണ് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി എന്ന് വെച്ചാൽ അവരുടെ അപ്രൂവൽ ഇല്ലാതെ ഇത് വെസലിൽ റൺ ചെയ്യാൻ പറ്റില്ല. ഓരോ പോർട്ടിൽ എത്തുമ്പോഴും ഡോക്യുമെന്റേഷൻ വെരിഫിക്കേഷൻ നടക്കുന്നതാണ്. അപ്പം ടെക്നിക്കലി ഷീറ്റ് ഫിറ്റ് ടു സെയിൽ അതിൽ നമുക്ക് ഡൗട്ടിന്റെ ആവശ്യം വരുന്നില്ല. പിന്നുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തപ്പോൾ ഒരു 26 ഡിഗ്രി ലിസ്റ്റ് വന്നെന്ന് ഞാൻ കേട്ടിരുന്നു, ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ കേട്ടിരുന്നു. അതായത് ഒരു സൈഡിലോട്ട് ചെറിയൊരു ചരിവ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഇത് ഹള്ളിന്റെ ബ്രീച്ച് ആണോന്ന് അറിയില്ല, ഡീറ്റെയിൽസ് ഒന്നും വായിച്ചിട്ടില്ല. പിന്നെ ഹള്ളിന്റെ ബ്രീച്ച് ആണോ അതോ ലോഡിങ് കാർഗോ ലോഡിങ് ഇഷ്യൂ ആണ് എന്താണെന്ന് അറിയില്ല, ചെറുതായിട്ട് ലിസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് അവർ ഇവാക്യുവേഷൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഇവാക്യുവേഷനിൽ ഒരു 3 സീനിയർ ഓഫീസേഴ്സ് വെച്ച് ബാക്കി എല്ലാവരും അത് ഇവാക്യുവേറ്റ് ചെയ്യും. അവര് മറ്റൊരു അത് തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് കൺട്രോൾ ചെയ്ത് നോക്കിയിരിക്കും. അപ്പൊ ഇതിലൊരു ഇങ്ങനെ ഇന്റൻഷനലി മുക്കുക എന്നുള്ളത് വരില്ല. കാര്യം അതിൽ മെയിൻ കാര്യം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇന്റൻഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റി വരികയാണെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമിനെ ഇത് ബാധിക്കും. ഒന്ന്. രണ്ടാമത് ഈ കമ്പനി ഓൺ ചെയ്യുന്നത് ഇറ്റ്സ് എ മെഡിറ്ററേനിയൻ എനർജി. ഐ തിങ്ക് സർ പറഞ്ഞ കണക്ക് ഇറ്റ്സ് എ വെൽ നോൺ നമ്പർ ഓഫ് ദ ടോട്ടൽ ടണ്ണേജിൽ മേജർ ഷെയർ ഉള്ള ഒരു കമ്പനിയാണിത്. അപ്പൊ അങ്ങനെയുള്ള ഒരിക്കലും അവരുടെ റെപ്യൂട്ടേഷൻ ബാധിക്കും, അതോടൊപ്പം തന്നെ അവരുടെ ട്രാക്ക് റെക്കോർഡ്സിനെ ബാധിക്കുന്നതാണ്. അപ്പൊ ഒരിക്കലും ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്റൻഷനലി ചെയ്യില്ല. മൂന്നാമത് ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഇപ്പോൾ അതിന്റെ ഒരു ലിസ്റ്റിംഗിലാണെങ്കിൽ പോലും ദർ ഷുഡ് ബി എ മോട്ടീവ്. അപ്പം ഒരു ചെറിയ ഈ ഒരു വെസലിന്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇതിന് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. കാര്യം ഞാൻ നേരത്തെ ഒരു കേസ് പറഞ്ഞല്ലോ, എംഒയിലിന്റെ ഒരു വെസല് 2013 മുങ്ങിയത്. അത് വെസലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 100 മില്യനെ കണ്ടേ ഉള്ളായിരുന്നു. പക്ഷെ ക്ലെയിം വന്നത് 300 to 400 മില്യൺ ആയിരുന്നു അവർക്ക് ക്ലെയിം വന്നത്. ഇൻഷുറൻസ് ക്ലെയിം ആ കമ്പനിയുടെ പേരിൽ വന്നത്. അപ്പം ആ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 1997 ബിൽഡ് ചെയ്ത ഈ വെസലിന്റെതും അതിനെ മുഖ്യകൾ എന്ത് ലാഭം ഉണ്ടാവുന്നതും അതല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് അവർ ക്ലെയിം ചെയ്യും. അപ്പൊ അതൊരിക്കലും ഒരു ലോജിക് ഇല്ലാത്ത ഒരു ക്ലെയിം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. വ്യക്തമാണ്. ശ്രീ ചാൾസ് ജോർജ്, നമ്മൾ ഈ പറയുന്ന താൽക്കാലിക പ്രതിസന്ധിക്ക് അപ്പുറത്ത് കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കും സമ്പദ്ഘടനയ്ക്കും ഒക്കെ ജനങ്ങൾക്കുമൊക്കെ ഉണ്ടാകുന്ന ഈ സമുദ്ര അപകടത്തിൻ്റെ ഒരു ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇതിനെ സംബന്ധിച്ച് പങ്കെടുത്ത വിദഗ്ധർ, പ്രത്യേകിച്ച് ടെക്നിക്കൽ വിദഗ്ധർ ചർച്ചയിൽ പങ്കെടുത്തു. അവരും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും നമ്മുടെ ആശങ്കകളെ വർദ്ധിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്തു കൂടി മന്ത്രികൾക്ക്. ഇതിലൊരു എക്സ്പെർട്ട് ടീമിനെ വെച്ച് CAFC, CMFRI, UFOS അവർ വന്നും പരിശോധിക്കാൻ മീന് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ട് ജലം പരിശോധിക്കാൻ തീരുമാനിച്ചു. ജനങ്ങൾക്കിടയിൽ ആശങ്ക പരിഹരിക്കാൻ തീരുമാനിച്ചിരിക്കും. 2, സോഷ്യൽ മീഡിയയും പ്രിന്റ് മീഡിയയും ഈ വിഷയത്തെ എക്സാജറേറ്റ് ചെയ്തിരിക്കും. ഇത് ആദ്യത്തെ സംഭവമല്ല സാർ. തന്നെ ഞാൻ കൊച്ചി തുറമുഖത്ത് ഇവിടെ നടത്തുന്ന ഒരാളാണ്. കൊച്ചിയില് സഫീന എന്നൊരു കപ്പല് താഗർ മുങ്ങിയിരുന്നു. 16-ൽ കുറെ അധികം വാഹനങ്ങളുമായി ഒരു കപ്പൽ മുങ്ങിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ മുങ്ങലൊന്നും അല്ലല്ലോ. അത് നമ്മൾ കരുതലുണ്ടാകണം. ഇതിനകത്ത് ഞങ്ങൾക്ക് വരുന്നൊരു കണക്ക് ഞാൻ പറയട്ടെ. ഈ കപ്പലിന്റെ എന്തുകൊണ്ട് കപ്പൽ മുങ്ങി? സാധാരണ ഒരു കപ്പൽ മുങ്ങാറില്ല. കപ്പൽ നിർമ്മിക്കുമ്പോൾ തന്നെ മെഡിറ്ററേനിയൻ കടലിൽ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം മതിയാണ് അവർ കൊടുക്കുന്നത്. അതായത് ലൈബീരിയൻ കപ്പലായിക്കോട്ടെ, പനാമൻ കപ്പലായിക്കോട്ടെ, ഏത് കപ്പലായിക്കോട്ടെ, മെഡിറ്ററേനിയൻ കപ്പൽ സീ എന്ന് പറയുന്നത് 15 മീറ്റർ വരെ തിര പൊങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൂടെ അതിജീവിക്കുന്ന വിധത്തിലെ കപ്പലൊക്കെ ഉണ്ടാക്കുന്നു. ഇവിടെ സംഭവിച്ചത് ഒരു ടെക്നിക്കൽ എററാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇതിനകത്തുള്ള ബെല്ലാസ്റ്റിന് ഒരു വാക്കുണ്ട്. അതായത് കപ്പലിന്റെ മുകളിൽ 643 കണ്ണുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. കൂടിയാൽ താഴത്ത് ഈ ബെല്ലാസ്റ്റിൻ നിറച്ചു വെക്കും. അതായത് വെള്ളം നിറച്ച് ഭാരം ക്രമീകരിക്കും. ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് കപ്പൽ വിടുന്നത്. ഇതിന് വിട്ടത് പരിശോധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് സംശയപ്പെട്ടത്. ഒരു തുള വന്നാലൊന്നും കപ്പൽ മുങ്ങൂല. ഇതാണ് ഞങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, ഈ കപ്പലിന്റെ ക്യാപ്റ്റനെ ഡീറ്റെയിൻ ചെയ്യണം. ഇതാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഈ കപ്പൽ യാത്ര ചെയ്ത് എവിടെ കൂടെയാണ് 14.6 നോട്ടിക്കൽ അകലെ മുങ്ങിയിരിക്കുന്നത്. അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ് തോട്ടപ്പള്ളി. 14.5 നോട്ടിക്കൽ, അതായത് 28 കിലോമീറ്റർ അകലെ മുങ്ങിയിരിക്കുന്നു. കേരളത്തിന് വലിയ തൊട്ട് പുറത്ത്. കപ്പൽ നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ അപ്പുറമാണ്. ഞങ്ങൾ 5 വർഷം മുമ്പ് ഞങ്ങൾ യോഗം കൂടിയേക്കാണ്. ഞങ്ങൾ ഫിഷറി മന്ത്രിയാണ് തീരുമാനമെടുത്തു. കേരളത്തിന്റെ സവിശേഷത, കേരളത്തിൽ 2000-ഓളം ട്രോൾ ബോട്ടുകൾ വർക്ക് ചെയ്യുന്നു. 1000 ഏക്കറിന് വള്ളങ്ങളുണ്ട്. ഇതെല്ലാം കിഴക്ക് പടിഞ്ഞാറ് യാത്ര ചെയ്യുന്നു. 1000-ഓളം കപ്പലുകൾ തെക്ക് വടക്ക് പോകുന്നുണ്ട്. വളരെയധികം കൂട്ടിയിടിക്കുന്ന സാധ്യത. പ്രഭുതയെയും എൻട്രിക്കൽ എക്സിയൊക്കെയുള്ള സംസ്ഥാനമാണല്ലോ ഇത്.
അതുകൊണ്ട് കപ്പൽ അവിടെ പല കപ്പലുകൾ ഇടിച്ച് നിർത്താറുമില്ല ഞങ്ങളുടെ മുന്നിൽ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു ഷിപ്പിംഗ് മന്ത്രാലയത്തോട്, കേരളത്തിന്റെ പ്രത്യേകിച്ച് കൊയിലോൺ ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ട്, അതിന്റെ പടിഞ്ഞാറ് ഒഴിച്ചു, അതായത് 50 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് കൂടിയാണ് കപ്പലുകൾ പോകേണ്ടത്. ഞങ്ങൾ ഈ വിഴിഞ്ഞത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ കൊച്ചിയിലേക്ക് എളുപ്പത്താൻ വേണ്ടി അവരത് അത് അംഗീകരിച്ചിട്ടില്ല, അവരത് മാറ്റിവെച്ചിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ ആശങ്ക. 2, ഈ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം അദാനി കമ്പനിയോ അവിടുത്തെ മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു കപ്പൽ ഫിറ്റ് ആണല്ലോ ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സി എസ് കർത്ത, ചാൾസ് ജോർജ് പറഞ്ഞതുപോലെ തന്നെ കപ്പലിൻ്റെ ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെട്ട അവസ്ഥയും ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇത്രയും വേഗത്തിൽ മുങ്ങാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? കപ്പലിൻ്റെ ഫിറ്റ്നസിൽ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ടല്ലോ. കപ്പലിന്റെ ഫിറ്റ്നസ്സിൽ സംശയം തീർത്തേണ്ട കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ മാതിരി എല്ലാ കൊല്ലം അല്ലെങ്കിൽ എവറി ഇയറിൽ എവറി 2 years ഇതിനകത്ത് ഇവരുടെ എൻ്റയർ ക്ലാസിഫിക്കേഷൻ സർവേ, ഇതിന്റെ കപ്പലിന്റെ സർവേയും ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് റിന്യൂവലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ഒരു ഇത് വരില്ല. പിന്നെ ഈ വാഹനം നമ്മളൊരു കാർ ഓടിക്കുമ്പോഴും കാറിന് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നുള്ള രീതിയിൽ, പക്ഷെ ഇത് അടിത്തട്ടില് ഇത് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉള്ളത് ഈ കടൽ ഇത്ര പ്രക്ഷുബ്ധമായ കടലില് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ വെസല് കപ്പല് എടുത്തിട്ട് അടിക്കുന്ന സമയത്ത് അതിന്റെ സ്റ്റെബിലിറ്റി പോയി, അതിന്റെ കാർഗോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അതിന്റെ ഷിപ്പിന്റെ ആ ലിസ്റ്റ് സ്റ്റെബിലിറ്റി അഫക്ട് ചെയ്തത് ആയിരിക്കാനാണ് ഒരു പിന്നെ ആയതുകൊണ്ട് കരയോട് എത്രയും ചേർന്ന് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അത്രയും കപ്പല് ആക്കി പോകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഇത് കരയോടധികം ചേർന്ന് പോകും. സാങ്കേതിക തടസ്സമുണ്ട്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ എ ശരത് കുമാർ, ഡീസൽ, കാൽസ്യം കാർബൈഡ് ഒക്കെ പോലുള്ള അപകടകരമായ വസ്തുക്കൾ കടലിൽ കലരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാരിസ്ഥിതിക ഭീഷണികൾ എന്തൊക്കെയാണ്? ഇതില് കാൽസ്യം, ഇത് ഏത് കാർഗോ നമ്മൾ കൊണ്ടുപോയാലും അതിന്റെ ഒരു മെറ്റീരിയൽ ഡേറ്റ ഷീറ്റ് വരും. അതായത് എന്താണ് കാർഗോ, അപ്പൊ അതിന്റെ ഇപ്പം കാൽസ്യം കാർബൈഡ് ആണെങ്കിൽ വെള്ളത്തുമായിട്ട് ചേരുമ്പം വരുന്ന ഗ്യാസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അതിന്റെ മെറ്റീരിയൽ ഡേറ്റ ഷീറ്റിൽ അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ കാർഗോ ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് അവർക്കും ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ അപ്രൂവൽ എടുത്തിട്ട് എല്ലാമാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് കാർഗോ ബൾക്കായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലല്ല കണ്ടെയ്നറിൽ കൊണ്ടുപോകുന്നത്. കണ്ടെയ്നറിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ട്, അതായത് കണ്ടെയ്നർ മൂവ്മെന്റിൽ ഇതിനെ എഫക്ട് ചെയ്യാത്ത, അതായത് വോളിയം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാത്ത രീതിയിൽ നല്ലോണം പാക്ക് ചെയ്ത് അതിനായിട്ടുള്ള റെസ്റ്റിംഗ്, അതായത് ഇപ്പം സ്റ്റീൽ പാക്കിംഗ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പാക്കിംഗ് ചെയ്ത് ആ കണ്ടെയ്നറിനകത്ത് കൊണ്ടുവന്നിട്ടാണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം പറഞ്ഞതില് 2-3 ടൈപ്പിലുള്ള എൻവയോൺമെന്റൽ റിസ്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓയിലിൻ്റെതാണ്. ഓയിലിൻ്റെത് ഇതൊരു ഓയിൽ കാരിയർ അല്ലാത്തതുകൊണ്ട് ഷിപ്പിന് ആവശ്യമുള്ള ഓയിൽ മാത്രമാണ് അത് ക്യാരി ചെയ്തിരിക്കുന്നത്. അത് ഡീസൽ ഓയിൽ ആണ്. ഡീസൽ ഓയിൽ പറഞ്ഞ തൊഴിലെന്നാണ് ഞാൻ വായിച്ചത്. അപ്പൊ അത് ഓയിൽ അതിന്റെ റിക്വയർമെന്റ് ആണ്. അപ്പം ഈ വെസലിൽ സാധാരണ ഇങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സീനിയർ ഓഫീസേഴ്സ് അതിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഓയിൽ സ്പില്ല് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്ത് വാൽവെല്ലാം ക്ലോസ് ചെയ്ത് മാക്സിമം അവർക്ക് ചെയ്യാനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ഡയറക്റ്റ് ഓയിൽ സ്പില്ല്, ഒരു മേജർ ഓയിൽ സ്പില്ല് നമ്മൾ കാണുന്നത്. അപ്പൊ മേജർ ഓയിൽ സ്പില്ല് വരികയാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ആണെന്നുള്ള ഫ്യൂവലിനകത്ത്, ഇപ്പൊ ഡീസലിന്റെ ഓയിൽ സ്പില്ലും ഇപ്പം ഹെവി ഓയിലിന്റെ ഓയിൽ സ്പില്ല് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ സ്പില്ലും ഇതെല്ലാം പല രീതിയിലാണ് നമ്മൾ എഫക്ട് ചെയ്യുന്നത്. കുറച്ചൊക്കെ ചില ഓയിൽസ് ആണെങ്കിൽ അപ്പത്തിൽ വന്നിട്ട് അത് ഇവാപറേറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. ചിലത് തന്നെ അത് ബ്രേക്കപ്പ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ചിലത് നമ്മൾ ഡിസ്പേഴ്സന്റ് അതിനകത്ത് ആഡ് ചെയ്യുമ്പം ഹെവി ആയിട്ട് അത് തന്നെ താഴോട്ട് പോയിട്ട് സീ ബെഡിൽ പോയിരിക്കും. ഇതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കേസാണ് ഈ ക്രൂഡ് ഓയിൽ അങ്ങനെയുള്ള ഹെവി സാധനം നമ്മുടെ കരയ്ക്ക് അടിക്കുക എന്നുള്ളത്. അത് ബീച്ചിലും അല്ലെങ്കിൽ റോക്സിലൊക്കെ വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീനിങ് അപ്പോൾ ഒരു വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കാര്യം ഒരു ഈസി അല്ല നമ്മുടെ ബീച്ചിൽ ക്ലീൻ ചെയ്യാൻ. കംപ്ലീറ്റ്ലി സ്കിം ചെയ്യുന്നതിന് പകരം കംപ്ലീറ്റ്ലി സാൻഡുകൾ വരെ നമുക്ക് മൊത്തം എടുത്ത് പിന്നെ അത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
അങ്ങനെയുള്ള അതോടൊപ്പം തന്നെ ഇതിനെ ബാധിക്കുന്നത് മേളിലൊരു ഈ വാട്ടറിന്റെ മേളിൽ ഒരു ഓയിൽ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് അല്ല ഓക്സിജൻ അങ്ങനെയുള്ള കട്ട് ഓഫ് ആയിട്ട് നമ്മുടെ പ്രധാനമായും നമ്മുടെ മത്സ്യസമ്പത്തിനെ അത് ബാധിക്കും. പിന്നെ ഇത് സിങ്ക് ചെയ്തിട്ട് താഴെ ചെന്ന് അടിഞ്ഞുകൂടുകയാണെങ്കിൽ അതും ഇതേപോലെ തന്നെ മറീൻ ലൈഫിനെ ബാധിക്കുന്നതാണ്. ഇതിന്റെ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ ഇതാണ് ഒരു മേജർ ഇമ്പാക്ട് ആയിട്ട് കാണുന്നത്. പിന്നെ ഉള്ളത് ഇതേപോലുള്ള കാൽസ്യം കാർബണേറ്റ് പോലുള്ള സ്പെഷ്യൽ കോമ്പൗണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേഞ്ചറസ് കാർഗോ ചെയ്യുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഓൾറെഡി സീൽ കമ്പാർട്ട്മെന്റ് ആണ്. ഐ ഡോണ്ട് തിങ്ക് അതൊരു ഇങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് റിസ്ക് ആയിട്ട് പുറത്തു വന്ന കണ്ടെയ്നറുകൾ അതുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അത് അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഒരു സെക്യൂരിറ്റി അലേർട്ട് കൊടുത്തത്, അതായത് സേഫ്റ്റി അലേർട്ട് കൊടുത്തത്. എന്തെങ്കിലും കണ്ടെയ്നർ വരുന്നുണ്ടെങ്കിൽ നമ്മളത് കൈവയ്ക്കുകയോ തുറന്നു നോക്കുകയോ ചെയ്യാതെ അതോറിറ്റീസിനെ അറിയിക്കുക. അവരതുകൊണ്ട് വെരിഫൈ ചെയ്തിട്ട് ഏത് ടൈപ്പ് കാർഗോ ആണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് അതിന് ചെയ്യും. പിന്നെ തേർഡ് വൺ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് ചെറിയ പ്ലാസ്റ്റിക് നോഡ്യൂൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ക്ലീനപ്പ് ഇപ്പൊ കൊല്ലം നടക്കുന്നുണ്ട്. അതായത് ചെറിയ നോഡ്യൂൾസ് ഉള്ള പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട്. അതും ഒരു ചെറിയൊരു ഹസാർഡസ് ആണ്. ഡയറക്ട്ലി ഇതുപോലുള്ള ഹസാർഡസ് അല്ലെങ്കിൽ പോലും അത് മൃഗങ്ങളോ അല്ലെങ്കിൽ പക്ഷികളോ അല്ലെങ്കിൽ കഴിക്കാനുള്ളതും അങ്ങനെയുള്ള ഒരു സൈക്കിൾ നമ്മുടെ ഒരു ലൈഫ് സൈക്കിളിലോട്ട് കയറാൻ ചാൻസ് ഉള്ളതാണ്. അതെല്ലാം ഡയറക്റ്റ്ലി എടുത്താൽ തന്നെ അതെടുത്ത് കഴിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് പ്ലാസ്റ്റിക്കിന്റെ റോ മെറ്റീരിയലാണ്. അതും കൂടി കുറച്ച് അതിനകത്ത് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പല പല കാർഗോകൾ ഈ കണ്ടെയ്നറിനകത്ത് കാണും. അതുകൊണ്ട് ഓരോ എന്തെങ്കിലും കണ്ടെയ്നർ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കി അതനുസരിച്ചുള്ള കറക്റ്റീവ് ആക്ഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ചാൾസ് ജോർജ്, കപ്പൽ മുങ്ങാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുറമുഖത്ത് പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ കൺവീനർ എന്നല്ല, ഈ കപ്പല് ഈ ആഴ്ച കൊണ്ട് പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാണ്. അടുത്ത ആഴ്ച പുതിയ കപ്പൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഫീഡർ വെസലാണ്. അടുത്ത ആഴ്ച പുതിയ കപ്പൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2, ഇതിന് MMDയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ? അദാനി കമ്പനി ഇതുവരെ വേണ്ടിയിട്ടില്ലല്ലോ. 4, ഇതിനകത്ത് 100 കണ്ടെയ്നറിനകത്ത് കശുവണ്ടിയുണ്ട്, അതൊക്കെ മുങ്ങിക്കിടക്കുകയാണ്. 12 കണ്ടെയ്നറിനകത്ത് മാത്രമാണ് ഈ പറയുന്ന കാൽസ്യം കാർബൈഡ് ഉള്ളത്. അത് യഥാർത്ഥത്തിൽ പാക്ഡ് ആണ്. അത് കന്നത്തിനകത്ത് അടച്ച് ഭദ്രമായി ഇരിക്കുകയാണ്. ഇങ്ങനെ അലാമിങ് അനുസരിച്ച് ആരുണ്ടാക്കി ഞങ്ങളത് ചോദിക്കുന്നു. ഇത് കഴിച്ച് മത്സ്യങ്ങൾ മുഴുവൻ ഇതായി കുഴപ്പമായി പോയത്. അത് ബാങ്കിന് മത്സ്യരിച്ച് വർക്ക് ചെയ്തുകൊണ്ട് അന്തരീക്ഷം വന്നുകൊണ്ട് ആരും മീൻ മേടിക്കുന്നില്ല, വടക്കാരും മീൻ മേടിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മത്സ്യ സമ്മേളനം നടത്താനും മത്സ്യവസ്ഥ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 3, ഞങ്ങൾക്ക് 3 വിഷയമുണ്ട്. 1, കപ്പല് അതിന് പരിധി വിട്ട യാത്ര 14 നോട്ടിക്കൽ മേൽ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമല്ല. 2, ഇതൊരു മത്സ്യബന്ധന ഡിസാസ്റ്റർ ഉണ്ടായിരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് അല്ല, അവർക്ക് തന്നെ കാശ് മേടിച്ച് അവർക്ക് പോകാൻ പറ്റും. ഞങ്ങൾ എവിടെ പോകും? മത്സ്യത്തൊഴിലാളി എവിടെ പോകും? അവർക്ക് മത്സ്യബന്ധന നിരോധനമാണ് 25 തീയതി വരെ. അത് കഴിഞ്ഞ് നിരോധനം 20 നോട്ടിക്കൽ മേൽ ചുറ്റളവിൽ നിരോധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഏറ്റവും വലിയ ഹാർബറുള്ള ഒന്നാണ് കോട്ടപ്പള്ളി, അവിടെ അടക്കം മത്സ്യബന്ധന നിരോധനമാണ്. അവരെങ്ങനെ ഇനി ജീവിക്കും? അവരവിടെ പോയി മത്സ്യബന്ധനം നടത്തും. 4, കേരളം മുഴുവൻ നമ്മുടെ വിപണി തകർന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് ഗവൺമെന്റുമായി ചർച്ച ചെയ്തു. ഇന്ന് 3 യോഗം നടത്തി. ഇന്നിപ്പോഴ് കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറി ശ്യാം ജഗന്നാഥൻ പത്രമേളം നടത്തി. ഒരാൾ പറഞ്ഞില്ലേ ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ടായെന്ന് പറഞ്ഞിരിക്കില്ല. എന്താണ് ടെക്നിക്കൽ ഫെയിലിയർ? അതിന്റെ എഞ്ചിനോ മറ്റൊന്നും കുഴപ്പമില്ലല്ലോ. നേരത്തെ നിങ്ങൾ എല്ലാവരും ന്യായീകരിച്ചല്ലോ. ഞാനിപ്പോഴും അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞാണ് എന്റെ കാര്യം. കപ്പലിന്റെ വെയിറ്റിനകത്ത് നിന്ന് ബാലൻസിംഗിൽ ഉണ്ടായ കുഴപ്പമാണ്. MMD ആണ്. അവർ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഹാർബർ മാസം പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇത് കപ്പൽ വിടാൻ പാടുള്ളൂ. ആദ്യമായ കപ്പലുകളല്ലേ ഇതെല്ലാം. പക്ഷെ ഇതിന്റെ കാലാവധി കഴിഞ്ഞുകൊണ്ട് തന്നെ അത് ഛേദത്തിന് മുമ്പ് തന്നെ അത് കണ്ണം ചെയ്യാൻ തീരുമാനിച്ചൊരു കപ്പലാണ്. ഇതൊക്കെ ഞങ്ങൾ ആശങ്ക വർദ്ധിക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾ നീ എങ്ങനെ ജീവിക്കും? എവിടെ പോയി മീൻ പിടിക്കും? ആരും മീൻ മേടിക്കും? ഞങ്ങളുടെ ഈ ചർച്ചയടക്കം നമ്മൾ കൊണ്ടുപോകണം. അവിടെയാണ് ഇതിനകത്ത് പ്ലാസ്റ്റിക് കയറി അത് മത്സ്യം കഴിച്ചാണ് ദോഷത്തെ കുറിച്ചാണ്. ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കുകയാണല്ലോ. ആർക്ക് മരിച്ചാലും കേരളത്തിൽ മത്സ്യത്തൊഴിലാളിക്ക് അടക്കപ്പെടുന്നതിന് വാക്കുണ്ട്. കോഴിക്ക് അടക്കപ്പെടുന്ന നമ്മുടെ നാട്ടിൽ പറയില്ല. അതുപോലെ മത്സ്യത്തൊഴിലാളിക്ക് അടക്കപ്പെടില്ലാത്തതാണ്. ഇവിടെ എല്ലാ വികസന പ്രവർത്തനവും ഞങ്ങളെ നെഞ്ഞിനും കൂടെ വരുന്നത്. എന്നിട്ട് ഇത്രയും പോകുന്നത് ഈ വിഴിഞ്ഞം പദ്ധതി വന്നതിന് ശേഷം രാജ്യത്തെ സംഭവമാണല്ലോ. അത് ഞങ്ങൾ അന്ന് പറഞ്ഞില്ല 50 നോട്ട് തടസ്സം നേരിട്ടിട്ടുണ്ട്. ശ്രീ CS കർത്ത, തെക്ക് വടക്ക് പോവുകയാണ്. കൂട്ടിയിടിക്കുന്ന താഴത്ത് കൂടുതലാണ്. 5 വർഷത്തിനിടയിൽ എത്ര കപ്പലപകടം ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും കപ്പലുകൾ നിർത്താതെ പോവുകയാണ്. ആർക്കാണ് കാറ്റുകൾക്ക്? ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം. ആരും തിരിഞ്ഞു നോക്കാനില്ല, ആരും കൊമ്പൻ കൊടുക്കാനില്ല. കപ്പലിൽ കിട്ടും. ഇപ്പൊ ആ കപ്പലിലുണ്ടായിരുന്ന 100 കണ്ടെയ്നറുകൾ ഉണ്ടല്ലോ. ഇവിടുത്തെ പാവപ്പെട്ട ഞാൻ പറയില്ല, ഇവിടുത്തെ മുതലാളിമാർ കപ്പൽ കച്ചവടം പോലെ ഇന്നലെ അവരെ വിളിച്ചു ചേർത്തിരുന്നു. അവരെ ഓൺലൈൻ മീറ്റിംഗ് കൂടിയിരുന്നു. അതിൽ ചിലർ ആദ്യമായിട്ടാണ് കച്ചവടം ഇറക്കുകയും ചെയ്തു.
അതുകൊണ്ടൊക്കെ എങ്ങനെ പോയി? അവർക്ക് ആര് കോമ്പൻസേഷൻ കൊടുക്കും? ഗവൺമെന്റ് കൊടുക്കുക? കപ്പൽ കമ്പനി കൊടുക്കുവോ? IMO കൊടുക്കുവോ? ഇതൊക്കെ ഒത്തിരി ചോദ്യമാണ് സാർ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്ന്. ഞാൻ കപ്പൽ ശരിയാണോ കപ്പൽ കമ്പനി ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നില്ല. 500 കപ്പലുകളുള്ള മെഡിക്കൽ ഷിപ്പിംഗ് കമ്പനിയാണ്, ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ്. തെറ്റായിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. ഗവൺമെന്റ് കർശനമായ പരിശോധന നടത്തണം. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇടപെടണം. ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടി പരിഹരിക്കണം. ഒന്ന്, ഞാൻ കൃത്യമായി പറയാം, കപ്പൽ പടിഞ്ഞാറ് കൂടി പോകണം. 50 നോട്ടിക്ക് മേൽ പടിഞ്ഞാറ് കൂടി പോകണം. 2, ഈ തീയത്തൂർ പോയതിനെ കുറിച്ച് അന്വേഷണം നടത്തണം. 3, ഇതിനകത്ത് എന്താണ് കിട്ടും ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കണ്ടേ? ഈ ശാസ്ത്ര മാനേജ്മെന്റ് പറയുന്നത് 13 കണ്ണൂരിൽ എന്ത് രാസവസ്തു, ഒരു രാസവസ്തും ഇല്ല. ജനങ്ങളെ വെറുതെ ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ലല്ലോ. 4, ഞങ്ങൾക്ക് അടിയന്തരമായി ജീവിക്കണം സൗകര്യം ഉണ്ടാക്കിയതാണ് ഞങ്ങൾ പറയാനുള്ളത്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ CS കർത്ത, ഒരു കപ്പൽ അപകടത്തിലാകുകയും ഇതുപോലെ അപകടകരമായ വസ്തുക്കൾ മുങ്ങുകയും ചെയ്യുമ്പോൾ ഒരു ഷിപ്പിംഗ് കമ്പനിയുടെയും അതിൻ്റെ ഏജന്റുമാരുടെയും സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളും ഉത്തരവാദിത്വങ്ങളും എന്തൊക്കെയാണ്? നോർമൽ കേസിൽ ഇത് ഷിപ്പ് മുങ്ങിയതിന് ശേഷമുള്ള ഇത് സാധാരണ P&I ക്ലബിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. P&I ക്ലബാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യണതും ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഷിപ്പിംഗ് ഏജന്റ് എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് ആ ക്രൂവിനെ റെസ്ക്യൂ ചെയ്ത ക്രൂവിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുക. പിന്നെ ഇതിന് വേണ്ടതായിട്ടുള്ള ഈ P&I ക്ലബിന് വേണ്ടതായിട്ടുള്ള സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഒരു ജോലി. ഈ ഒരു സാഹചര്യത്തിൽ ഇൻഷുറൻസ് ഒക്കെ കിട്ടാനുള്ള സാധ്യത എത്രമാത്രമാണ്? ഇൻഷുറൻസ് ഇപ്പൊ ഇത് ഈ ഷിപ്പിന്റെ ഇതനുസരിച്ചിട്ട് ഇത് കപ്പല് മുങ്ങിയത് ആ ഒരു ഇതിലായതുകൊണ്ട് ഇതിന്റെ ഇൻഷുറൻസ് കിട്ടുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും തോന്നുന്നില്ല. എല്ലാ ഇതിലുള്ള കപ്പൽ കമ്പനിയുടെ ബേസ് മാത്രമല്ല, ഈവൻ അതിനകത്തുള്ള കാർഗോയുടെ ഇതിനും ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. കംപ്ലീറ്റ് കവർ ഇതിൽ കിട്ടുക തന്നെ ചെയ്യും. ജോർജ്, താങ്കൾ മത്സ്യ തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്ന പിന്തുണ അധികാരികളിൽ നിന്ന് കിട്ടുന്നില്ല എന്ന പരാതിയാണോ നിങ്ങൾക്കുള്ളത്? ഞാൻ പറഞ്ഞില്ല, ആദ്യമേ തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഷയത്തെ അഗ്രവേറ്റ് ചെയ്തില്ലേ? ആകെ ആശങ്ക പരത്തിയില്ലേ? ചില TV ചാനലുകൾ ഇന്നലെ ആശങ്ക പരത്തിയിരിക്കും. മീൻ കഴിക്കരുത്, തുടരുത്, അങ്ങോട്ട് പോകരുത്, മുട്ടരുത്, കിസ് ചെയ്യരുത് പറയുന്നത്. എന്തിനീ പ്രോട്ടോകോൾ ഞങ്ങൾ കയറുന്നത്? ഞങ്ങൾ മത്സ്യബന്ധനം നടത്തിക്കോട്ടെ പതിപോലെ. അതിന്റെ പരിസരത്ത് പോകുന്നത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ അപകട എന്ത് രാസമാലിന്യമുണ്ട്? ഒരു രാസമാലിന്യം ഇല്ലല്ലോ. ആകെ ഉള്ളത് 12 കണ്ടെയ്നറുള്ള ഈ പറയുന്ന കാൽസ്യം കാർബൈഡാണ്. അതിന് ദോഷം ഇന്നതാണ്. അതിന് പരിശോധിക്കാൻ ഞങ്ങൾ കമ്മിറ്റി വെച്ചിരിക്കും. അപ്പൊ അതാണ് വിഷയം. പിന്നുള്ള വിഷയം പറയട്ടെ, ഇവർക്ക് കോമ്പൻസേഷൻ കിട്ടും. അത് ഒരു കാലാവധി. ജപ്പാനിൽ കപ്പലിന്റെ കാലാവധി 15 വർഷമാണ്. ഇവിടെ വണ്ടികളുടെ കാലാവധി 15 വർഷമാണ്. 25 വർഷം കഴിഞ്ഞ് 22 വർഷമായി. ഇവരിത് കണ്ണ് ചെയ്യാൻ തീരുമാനിച്ചൊരു കപ്പലല്ലേ ഇത്? അതാണ് ഞങ്ങളുടെ ആശങ്ക. അടുത്ത പുതിയ കപ്പൽ വരുന്നവർ പറഞ്ഞിരിക്കുകയാണ്, കപ്പൽ കമ്പനിക്കാർ പറഞ്ഞ കാര്യമാണ് എന്നോട്. അത് മാത്രം അവര് P&I ആരാണ്? അവരുടെ ഇൻഡെമിനിറ്റി ക്ലബ് എന്ന് പറയുന്നത് അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബ്രിട്ടാനിയ എന്ന് പറഞ്ഞ കമ്പനി ചുമതലപ്പെടുത്തിയിരിക്കും. ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുമായിരിക്കും. അവർക്ക് നഷ്ടമില്ലല്ലോ. ഛേദം ഞങ്ങൾക്കാണ്, മത്സ്യത്തൊഴിലാളികൾക്കാണ്. കശുവണ്ടിക്കാർക്ക് ഒരു കോമ്പൻസേഷൻ കിട്ടില്ല. ഇന്നലെ അവരെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അവരെല്ലാവരും കരയുകയാണ്. മുതലാളിമാർ ആദ്യമായിട്ട് കപ്പലിൽ കശുവണ്ടി വന്നവരാണ്. ദക്ഷിണാഫ്രിക്കയല്ല, പശ്ചിമ ആഫ്രിക്ക. അവർക്കൊരു കോമ്പൻസേഷൻ കിട്ടില്ല സാർ. അവരങ്ങോട്ട് പോയി ആരോട് ചോദിക്കും? കേരള ഗവൺമെന്റ് കൊടുക്കുവോ? ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുവോ? കപ്പൽ കമ്പനി കൊടുക്കുവോ? ഇന്നൊന്നൊരു ചർച്ച. നമ്മള് IMOയ്ക്ക് പരാതി കൊടുക്കണം. IMO ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പരാതി കൊടുക്കണമെന്നാണ്. അവരെന്ത് നമുക്ക് കോമ്പൻസേഷൻ തരും? ഒരു കമ്പനിയുടെ ഇൻഷുറൻസിന് അവർക്ക് കൊടുക്കും, ഞങ്ങൾക്ക് ആർക്കും പദ്ധതി തരില്ല. അതുകൊണ്ട് കേരള ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇടപെടണം. കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഇടപെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തണം. ഒന്ന്, ഏറ്റവും പാവപ്പെടുന്ന കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ, ആദിവാസികൾ കഴിഞ്ഞാൽ ഏറ്റവും ദരിദ്രരാണ് അവർ. കഴിഞ്ഞ 12 വർഷം അവർക്ക് മത്തിയില്ല, മത്സ്യമില്ല. അവർ പിടിക്കുന്ന പ്രധാന മത്സ്യം എന്ന് പറഞ്ഞാൽ മത്തിയാണ്. 12 വർഷം മുമ്പ് 2012 അവർ പിടിച്ചത് ഒരു 3.99 ലക്ഷം മത്തി പിടിച്ചു. 2021 ആയപ്പോഴേക്കും അത് 3235 ടണ്ണായി കുറഞ്ഞു. 100 മത്തിയുടെ ഉത്പാദനം കുറഞ്ഞു. പോയില്ല, എങ്ങനെ ജീവിച്ചു? ഒരു നഷ്ടം. ഒരു പാക്കേജ് അനുവദിച്ച് ഞാൻ ആവശ്യപ്പെട്ട് നടന്നിട്ട് നമ്മുടെ കാലത്ത് തിരുപ്പത്തിൽ തീർന്നു. അതിപ്പോഴാണ് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ 2 വർഷമായിട്ട് മത്തി വരുന്നുണ്ട് തിരിച്ച്. പക്ഷെ ആ മത്തി മുഴുവൻ നേർത്തുപോയി. സോമാലിയ മത്തി എന്ന് പറയും ഞങ്ങൾ. മത്തി മുഴുവൻ നേർത്തുപോയി. എന്താ മത്തി നേർത്ത്? കാലാവസ്ഥയുടെ മാറ്റം. കഴിഞ്ഞ 2 ആഴ്ചയിൽ മത്തി മുഴുത്തു വന്നു തുടങ്ങിയിരിക്കും. കഴിഞ്ഞ കുറെ വട്ടങ്ങൾക്ക് ആണ് ഈ ദുരന്തം വന്നിരിക്കുന്നത്. ആരും മത്തി മേടിക്കില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ ജീവിക്കും?
അതിനൊരു പാക്കേജ് ഗവൺമെന്റ് ഉണ്ടാക്കണ്ടേ? ഇതൊക്കെ അറിയുന്ന പാക്കേജ് ഉണ്ടാക്കണം. ഇവരെ ജീവിക്കാനുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, കോവിഡ് സമയം ഞങ്ങൾക്ക് മത്സ്യബന്ധന നിരോധനം 120 ദിവസം. അതിനുശേഷം കാലാവസ്ഥ വ്യതിയാനോട് ബന്ധപ്പെട്ടുകൊണ്ട് 90 ദിവസം നിരോധനം. ആകെ ഇത്ര ദിവസം 150 ദിവസം പോകുള്ളൂ കടലിൽ. അതിൽ 90 ദിവസം നിരോധനം എങ്ങനെ ജീവിക്കും? ശരി. ഇപ്പൊ ഇവിടെ വേലിയേറ്റം വരെ ഇരട്ടി കാശ് കിട്ടും, തൊഴിലുറപ്പിറക്കിലേക്കുള്ള കാശ് കിട്ടും. ആദിവാസികൾ കഴിഞ്ഞാൽ ഏറ്റവും നിരാശ്രിതരായ മനുഷ്യരാണ് ഇവർ. ആ ഒരു പരിഗണന ഈ കപ്പൽ കമ്പനി കാണിക്കുന്നത് എല്ലാവരും കാണിക്കും. ഇതിനകത്തുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സിമ്പിളായ കാര്യമാണ്. അദാനി കമ്പനി ഗവൺമെന്റിന് പറയണം, ഇതിന്റെ കപ്പല കൊടുത്തിട്ടില്ല, ഇതിന്റെ കണ്ണട കൊടുത്തിട്ടില്ല. ആദ്യം പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ അവർ രംഗത്ത് വന്നിട്ടില്ല. ഈ കപ്പൽ കമ്പനി രംഗത്ത് വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടില്ല. അത് ഞങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കപ്പൽ കമ്പനി പ്രതികരിച്ചിട്ടില്ല, അദാനി കമ്പനി പ്രതികരിച്ചിട്ടില്ല. MMD സർട്ടിഫിക്കറ്റ് അവർ പ്രതികരിച്ചിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ ശരി, വ്യക്തമാണ്. ഇനി താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ എ ശരത് കുമാർ, കേരളത്തിലൂടെയുള്ള ഷിപ്പിംഗ് റൂട്ടുകളുടെ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ശരത് കുമാർ, കേരളത്തിലൂടെയുള്ള ഷിപ്പിംഗ് റൂട്ടുകളുടെ സുരക്ഷയും വിശ്വാസ്യതയും കുറിച്ചുള്ള ധാരണയെ ഈ സംഭവം എങ്ങനെ ബാധിക്കും? ഷിപ്പിംഗ് റൂട്ട്സ് എന്ന് പറയുന്നത് ഇത് നമ്മളൊരു ഒരു നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും രണ്ട് ലെവലിലുള്ള അതാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. നാവിഗേഷണൽ ചാർട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഷിപ്പിന് പോകാനുള്ള ഒരു വിൻഡോ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ഏത് റൂട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ട്രാൻസ് കോണ്ടിനെന്റൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണോ, അത് വിത്തിൻ ഡൊമസ്റ്റിക് ആണോ ഇന്റർനാഷണൽ ആണോ, അതിനനുസരിച്ചിട്ടുള്ള നാവിഗേഷണൽ ചാർട്ട്സ് നമ്മുടെ IHO ആണ് റിലീസ് ചെയ്യുന്നത്. അതിന്റെ ബേസിലാണ് എല്ലാ ഷിപ്പും അതിന്റെ ചാനൽസ്, അതിന്റെ റൂട്ട്സ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് അപ്പം ഓരോ കൺട്രിക്ക് നമുക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു 15 മൈൽസിനും അങ്ങനെ കൊണ്ട് പോകണം. അപ്പൊ ഒരു ഇന്റർനാഷണൽ റൂൾസ് പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് റൂൾസ് അവർ ഫോളോ ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും നമ്മൾ റെസ്ട്രിക്ഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നാഷണൽ ലെവലിലാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. നാഷണൽ ലെവലിൽ നിന്നുള്ളത് IHOയ്ക്ക് പോയി IHOയിൽ അത് അപ്രൂവൽ എടുത്തിട്ട് അപ്പം അവർ ഇന്റർനാഷണൽ റൂട്ടിൽ അല്ലെങ്കിൽ നാവിഗേഷണൽ ചാർട്ടിൽ അത് അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ആ ചാർട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പറയും, പിന്നെ ഇപ്പം കോസ്റ്റലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽസിൽ ഇസ് നോട്ട് അലൗഡ്, ഈ ഒരു റീജിയനിൽ ഇത് അലൗഡ് അല്ല, അങ്ങനെയുള്ള. അപ്പൊ ആ ഒരു ഡിസിഷൻ വരുന്ന, അങ്ങനെ ഒരു ഡിസിഷൻ ഇല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ റൂട്ട്സ് പ്രകാരം ഇവർക്കത് പോകാനുള്ള അധികാരമുണ്ട്. അത് അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെങ്കിൽ നാഷണൽ ഗവൺമെന്റ് ലെവലിൽ തന്നെ അത് ചെയ്യേണ്ടി വരും. അതൊന്നും. രണ്ടാമത്, ഇപ്പം നമ്പർ ഓഫ് ഈ ആക്സിഡന്റിന്റെ പെർസെന്റേജ് ഓഫ് കാൽക്കുലേഷൻസ് ആണ് സാധാരണ എല്ലാവരും നോക്കുന്നത്. സേഫ്റ്റി റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഇത്രയധികം ഷിപ്പുകൾ ഇത്രയധികം കാലാവധിയിൽ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അതിൽ എത്ര ആക്സിഡന്റ് നോക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു ടൈമിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആക്സിഡന്റ് മാത്രമേ നമ്മളെ ഈ ഒരു റീജിയനിൽ നടന്നിട്ടുള്ളൂ. ഇപ്പൊ പൊതുവെ പുതിയ ടെക്നോളജിയും ആന്റി കൊളിഷൻസും അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഷിപ്പിനുള്ള ചെക്കിങ്ങും വളരെയധികം ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരികയാണ്. ഓരോ പേപ്പറും ചെക്ക് ചെയ്ത് ഓരോ ചെക്ക് ലിസ്റ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇതില് ഈ ഇൻഷുറൻസിന്റെ കേസാണ്. ഇതിലൊരു കോൺസിക്വൻഷ്യൽ ഡാമേജ് എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. അതില് ഈ എന്തെങ്കിലും ഇങ്ങനെയുള്ള സ്പില്ലേജ് വരുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന ലൈവ്ലിഹുഡ്, ഇപ്പൊ ഫിഷർമെന്റിന് ഉണ്ടാകുന്ന ഇഷ്യൂസ്, അതുപോലെ തന്നെ ഉണ്ടാകുന്ന അഡീഷണൽ എക്സ്പെൻസസ്, പിന്നെ എൻവയോൺമെന്റ് ഇമ്പാക്ട്, ഇതെല്ലാം അഡീഷണൽ ക്ലെയിം ആയിട്ട് കോൺസിക്വൻഷ്യൽ ഡാമേജിൽ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് അല്ലെങ്കിൽ ഫിഷറി ഇവരുടെ അസോസിയേഷനൊക്കെ അതൊന്ന് മുൻകൈ എടുത്താണെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാനാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ശരി, ഈ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഈ ആധുനിക സാങ്കേതിക വിദ്യ, AI ഒക്കെ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിയുമോ? തീർച്ചയായും. ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് അത് ഞാൻ ആദ്യം പറഞ്ഞത് ആന്റി കൊളിഷൻ, ഇപ്പൊ നേരത്തെ ഉള്ള റഡാറുകളിൽ തന്നെ ഇപ്പോൾ ആന്റി കൊളിഷൻ, അതായത് ഇപ്പൊ 2 വെസൽ അടുത്തടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ 2 വെസലിലും അതിനുള്ള വാർണിംഗ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ ഡൈവേർഷനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ ഒരു വൈറ്റ് പേപ്പർ റിലീസ് ആയാലേ നമുക്ക് അറിയാൻ പറ്റൂ. പക്ഷെ എന്നാലും ഹള്ളിന്റെ സ്ട്രെസ് മോണിറ്ററിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള വെസലുകളിൽ ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹള്ളിൽ എന്തെങ്കിലും എക്സ്ട്രാ സ്ട്രെസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അറിയാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോഡിങ് കാൽക്കുലേഷൻസ് നാവിഗേഷൻ ഓഫീസേഴ്സ് ചെയ്യുമ്പോൾ അതൊരു സിമുലേഷൻ മോഡൽ ഇട്ടിട്ട് ഇങ്ങനെ ലോഡ് ചെയ്താൽ അത് എങ്ങനെ ഈ ഇതിൽ കൂടെ പോകാൻ പറ്റും. അതുപോലെ നാവിഗേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള ഒരു സീ കണ്ടീഷനിൽ, ഇത്രയും റഫായിട്ടുള്ള സീ കണ്ടീഷനിൽ, ഈ സീ സ്റ്റേജിൽ ഈ ഷിപ്പ് ഈ ഒരു ലോഡഡ് കണ്ടീഷനിൽ പോയാൽ സേഫ് ആണോ, അല്ലെങ്കിൽ ഏത് റൂട്ട് എടുത്ത് പോകണം, ഈ സീ സ്റ്റേറ്റിനനുസരിച്ചിട്ടുള്ള അഡീഷണൽ റൂട്ട്സ്. അപ്പൊ പുതിയ ടെക്നോളജി ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എംപ്ലോയ് ചെയ്തിട്ട് അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും സീറോ ഇൻസിഡൻസിലേക്കാണ് എല്ലാവരും ട്രൈ ചെയ്തത്. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്.
എണ്ണച്ചോർച്ചയും അപകടകരമായ വസ്തുക്കളും ഉയർത്തുന്ന ഗുരുതരമായ പാരിസ്ഥിതിക അപകട സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ദുർബലമായ തീരങ്ങൾ ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. മത്സ്യബന്ധന സമൂഹങ്ങൾക്ക് അടിയന്തര ആശ്വാസവും പുനരധിവാസവും ഉറപ്പാക്കേണ്ടതുണ്ട്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ചാൾസ് ജോർജ്, CS കർത്ത, ഡോക്ടർ A ശരത് കുമാർ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.